ഹായ് ഫ്രണ്ട്സ്, ഇതാണ് ഡാം വയോണ്ട്. 1963 വളരെ വലിയൊരു ദുരന്തം നോർത്ത് ഇറ്റലിയിൽ ഉണ്ടാക്കിയ ഒരു ഡാമാണത്. ഇത് കമ്മീഷൻ ചെയ്തത് 1960-ലാണ്. പക്ഷേ ഈ രണ്ട് വലിയ മലനിരകളുടെ ഇടയിൽ ഉണ്ടാക്കിയ ഈ ആർച്ച് ഡാം ആ സമയത്ത് യൂറോപ്പിലെ ഏറ്റവും ഹൈറ്റുള്ള ഡാമായിരുന്നു. പക്ഷേ ഈ ഡാം ഉണ്ടാക്കിയ സമയത്ത് ആ മലനിരകളെക്കുറിച്ച് കറക്റ്റായിട്ട് പഠിക്കാത്തത് കൊണ്ട് ആ മലനിരയുടെ ഒരു വശം ഇടിഞ്ഞ് ഡാമിലേക്ക് വീഴുകയും അതുവഴി അവിടെ വലിയൊരു വെള്ളപ്പൊക്കം ഉണ്ടായി. 2000-ഓളം ആളുകൾ മരിച്ചു പോവുകയും ചെയ്തു. 260 മീറ്ററിലധികം, ഏകദേശം 87 നിലയുള്ളൊരു കെട്ടിടത്തിൻ്റെ ഹൈറ്റുള്ള ഈ ഡാം പണിതതിൻ്റെ മെയിൻ ഉദ്ദേശം ഇലക്ട്രിസിറ്റി തന്നെയായിരുന്നു. ആ സമയത്ത് നോർത്ത് ഇറ്റലിയിലെ ഒരുവിധം എല്ലാ കമ്പനികൾക്കും ഇലക്ട്രിസിറ്റി നൽകാൻ കഴിവുള്ള ഈ ഡാം അന്ന് പണിതപ്പോൾ ഏറ്റവും വലിയ ഒരു സംരംഭമായിട്ടാണ് എല്ലാവരും കരുതിയിരുന്നത്. വയനാട്ടിലുണ്ടായ ആ ഉരുൾപൊട്ടലിൻ്റെ ആ ഭീകരതയിലും നടുക്കത്തിലാണല്ലോ നമ്മളിപ്പോൾ എല്ലാവരും കേരളത്തിൽ. അതേപോലെ വലിയൊരു ഉരുൾപൊട്ടലാണ് ഈ ഡാമിൻ്റെ നാശത്തിനും കാരണം. ആ കാണുന്ന വലിയ മലയുടെ ഒരു ഭാഗം നേരെ ഇടിഞ്ഞ് ഈ വെള്ളത്തിലേക്ക് വീഴുകയാണ് ചെയ്തത്. അങ്ങനെ ഡാമിലെ വെള്ളം വലിയൊരു സുനാമി പോലെ പുറത്തേക്ക് തള്ളി താഴത്തുണ്ടായിരുന്ന 2-3 ഗ്രാമങ്ങളെ മുഴുവൻ ആൾക്കാരെയും കൊന്നൊടുക്കുകയാണ് ചെയ്തത്. ഈ കാണുന്ന ആ മലയുടെ ഒരു ഭാഗമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഡാമിലേക്കുള്ള വഴിയാണിത്. ഇതൊക്കെ എത്ര ഹൈറ്റുള്ള ഡാമായിരുന്നു! ആ സമയത്ത് പണിത സമയത്ത് ഏറ്റവും ഹൈറ്റുള്ള ഡാമായിരുന്നു കേട്ടോ ഇത്. ഇയാൾക്ക് പേടിയായിട്ട് ഇയാൾ പതുക്കെ നടക്കണേ ജിയോ കണ്ടാ. നമ്മൾ താമസിച്ച സ്ഥലമൊക്കെ വാ ജിയോ. എന്തായാലും വേറെ സ്ഥലത്ത് പോകാണ്ട് ഇവിടെ വന്നത് നന്നായിട്ടോ. ഇത് കാണണമെന്നുള്ള ആഗ്രഹം നടന്നില്ലേ? നടക്ക് വാ. അയാൾ പേടിച്ചിട്ട് നിൽക്കണ നോക്കിയാ ജിയോ. എന്നെ തള്ളിക്കൊണ്ടു പോവല്ലേ ജിയോ, പതുക്കെ പോ. അഹങ്കാരമാണ് കുട്ട, അഹങ്കാരം. ഈ ഡാമിൻ്റെ ഇവിടെ നിന്ന് നേരെ നോക്കിയാൽ കാണുന്ന ഗ്രാമമാണ് വാൽദറോൺ. അതാണ് മുഴുവൻ നശിച്ചു പോയത്. ഞങ്ങൾ ശരിക്കും താമസിച്ചത് ഏകദേശം ആ റോഡിന് അപ്പുറത്തെ ഭാഗത്തായിട്ടുള്ള ഏതൊരു ബിൽഡിങ്ങിലാണ്. സത്യത്തിൽ അത് വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അവിടെ നിന്ന് ശരിക്കും കാണാമായിരുന്നു ഈ ഡാം. എത്ര ആഴത്തിൽ ദൈവമേ! കാണുന്നത് വെയിറ്റ് ആ ക്യാമറയ്ക്ക് വേണം. ക്യാമറകളെ ആ സൈഡിൽ കാണുന്ന ഈ ഗ്യാപ്പുകളില്ലേ, അവിടെയായിരുന്നു ഇതിൻ്റെ ഓഫീസുകളൊക്കെ ഇരുന്നിരുന്നത്. ഈ ഓഫീസുകളിൽ ഉണ്ടായിരുന്ന ഏകദേശം 200 പേരുള്ള അവർ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. ഈ അപകടം നടന്ന ദിവസം ആയിക്കൂടി 48 പേരാണ് ഉണ്ടായിരുന്നത്. ആ 48 പേരും മണ്ണിനടിയിൽ പോയി, വെള്ളം കൊണ്ടുപോയി. അതിൻ്റെ ഹൈറ്റ് ഒന്ന് നോക്കും നിങ്ങൾ. രണ്ട് ആൾക്കാർ, ഇതിനെ അതിജീവിച്ച ആൾക്കാരാണ് ഇവിടെ താമസിച്ചുകൊണ്ടിരുന്നത്. അവരുടെ സംസാരം കണ്ടോ. ഇതാണ് ഡീഗയുടെ ശരിക്കുള്ള ഡാമിൻ്റെ പണ്ടത്തെ ഒരു ഫോട്ടോ. ഈ താഴത്ത് കാണുന്ന പാലൊക്കെ ഒലിച്ചു പോയി വെള്ളത്തിൽ.
ശരിക്കും ഇത്രയും ഹൈറ്റുള്ള മല ഈ ഡാമിൻ്റെ അവിടെ നിന്ന് ഇപ്പം കാണാൻ സാധിക്കാത്തതിൻ്റെ കാരണം ആ ഡാമിൻ്റെ മുമ്പിൽ ഒരു മലയുടെ പകുതി ഭാഗം വന്ന് വീണുകൊണ്ട് മാത്രമാണ്. അതിൻ്റെ അപ്പുറത്താണ് ആ വലിയ മല. ഇതായിരുന്നു ഇതിൻ്റെ കൺട്രോൾ റൂം. ഈ കൺട്രോൾ റൂമിൻ്റെ ആയിക്കൂടി ബാക്കി അവർ കണ്ടുപിടിച്ചത് ഈ ഭാഗത്ത് കാണുന്ന ഈ ഫ്ലോറുണ്ടോ, ഒരു കുഞ്ഞു ഭാഗം, അത് മാത്രമേ ബാക്കിയുള്ളൂ കൺട്രോൾ റൂമിൻ്റെ. ഓ, ഈ കാണുന്ന പേരുകളൊക്കെ കുഞ്ഞു കൊച്ചുങ്ങളും 10 വയസ്സ് 7 വയസ്സൊക്കെ ഉള്ള കുട്ടികളും ആളുകളുടെ പേര്, ഓർമ്മയുള്ള ആളുകളുടെ പേര് അവർ എഴുതി വെച്ചേക്കുന്നതാണ്. ഏകദേശം 2000 ആൾക്കാരുടെ പേര് ഇവിടെ എഴുതി വയ്ക്കാൻ പറ്റില്ലെങ്കിലും അതിലുണ്ടായിരുന്ന കുഞ്ഞു കുട്ടികളുടെ പേര് അവർ എഴുതി വെച്ചിട്ടുണ്ട്. ഈ മലയാണ് അന്ന് ഇടിഞ്ഞു വീണത്. 1963 9th ഒക്ടോബറിലാണ് ഈ സംഭവം ഉണ്ടായത് കേട്ടോ. അപ്പോൾ ഇനി ആരെങ്കിലും എന്തെങ്കിലും ഇവിടേക്ക് വരാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വരാം.